ഏറെ ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിനെ പേടിച്ച് സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുക. തിന്മകൾ പെരുകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കേട്ടാൽ ഇറക്കുന്ന കൊലപാതകങ്ങളും തിന്മകളും നാൾക്കുനാൾ നാം കേൾക്കുകയാണ്. ഏറെ ഭീകരമായ കുടുംബ സാഹചര്യം. എന്തുകൊണ്ടാണ് മനുഷ്യരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ കറുത്തുപോകുന്നത്? സ്വന്തം ഭർത്താവിനെയും ചെറിയ പൈതലിനെ പോലും കൊല്ലുമ്പോഴും അറുവല നടത്തുമ്പോഴും ഹൃദയത്തിൽ ഒരു പ്രയാസം ഇല്ലാത്ത ഒരു അവസ്ഥ എങ്ങനെ മനുഷ്യർക്ക് സംഭവിക്കുന്നു? കാരണങ്ങൾ മതപരമായി തിരയുമ്പോൾ തിന്മകളുടെ ആധിക്യമാണ് അതിനുള്ള കാരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ മുഅ്മിൻ ഇദാ അസ്നബ കാനത് നുക്തതൻ സൗദാ ഫീ ഖൽബിഹി. ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി, കറുത്ത കുത്ത് വീഴുകയായി. ഫഇൻ താബ വനസഅ വസ്തഗ്ഫറ, തൗബ ചെയ്തു, ഖേദിച്ചു മടങ്ങി, അല്ലാഹു അത് ശുദ്ധീകരിക്കും. ഫഇൻ സാദ സാദത്, വീണ്ടും വീണ്ടും ആ തെറ്റുകൾ ഇങ്ങനെ ആവർത്തിക്കുകയാണ് എങ്കിൽ ആ കറുത്ത കുത്തുകൾ, പുള്ളികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഹൃദയം കറുത്തുപോകും. മനസ്സിൽ നിന്ന് നന്മകൾ നീങ്ങിപ്പോകും. കാരുണ്യം വറ്റിപ്പോകും. അനുകമ്പ ഇല്ലാതാകും. ഹൃദയം കറുത്ത് മനുഷ്യനല്ലാത്ത മറ്റെന്തോ ആയിത്തീരും. ഇതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം. അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ ഹൃദയങ്ങൾക്ക് കറ വീഴ്ത്തിയിരിക്കുന്നു. ഹൃദയങ്ങൾ കറയിലാണ്. ആ ഒരു കറ വീണ് കഴിഞ്ഞാൽ, കറുത്ത നിറത്തിലായി നമ്മുടെ ഹൃദയം മാറിക്കഴിഞ്ഞാൽ ചെയ്യുന്നത് തെറ്റാണ് എന്ന് തോന്നുകയില്ല. നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ്. ഒരു കളവ് പറയുമ്പോൾ, ഒരു കളവ് നാവിൽ നിന്ന് വന്ന് മനസ്സിലൊരു പ്രയാസമില്ല എങ്കിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം, ആ ഹൃദയത്തിൽ കറ വീണ കൂട്ടത്തിൽ നമ്മളുണ്ട്. അങ്ങാടിയിലൂടെ തന്റെ നഗ്നത കാണിച്ചുകൊണ്ടാണ് ഒരു പെണ്ണ് നടക്കുന്നത് എങ്കിൽ, ഒരു പുരുഷൻ അവന്റെ വയറ് പുറത്ത് കാണിച്ച് നടന്നാൽ അതൊരു മോശമായിട്ടാ നാട്ടിൽ കാണാം. മുസ്ലിം സ്ത്രീകൾ ഇപ്പോഴും നഗ്നത കാണിച്ചുകൊണ്ട് നടക്കുന്നു. ഒരു തെറ്റായി തോന്നുന്നില്ല. ഇസ്ലാം ഭർത്താവിന്റെ മുന്നിൽ മാത്രം കാണിക്കണമെന്ന് പറഞ്ഞ ഭാഗങ്ങൾ പോലും പരസ്യമായി കാഴ്ച വസ്തുക്കളാക്കി അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു പ്രയാസവും മനസ്സിന് വരുന്നില്ല എങ്കിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ കറ ഹൃദയത്തിലുണ്ട്. മറ്റൊരാളെ കളിയാക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, അഭിമാനം പിച്ചു ചീന്തുമ്പോൾ, കള്ളസത്യം ചെയ്യുമ്പോൾ, സ്വത്ത് പിടിച്ചെടുക്കുമ്പോൾ, അവകാശങ്ങൾ നേടിയെടുക്കുമ്പോൾ അതൊന്നും മനസ്സിലൊരു പ്രയാസം തോന്നുന്നില്ല എങ്കിൽ എന്തുകൊണ്ട് തോന്നുന്നില്ല? നമ്മുടെ ഹൃദയങ്ങൾ കറുത്തുപോയിട്ടുണ്ട്. ചെയ്ത തിന്മകൾ അധികരിച്ച് മനസ്സിൽ നിന്ന് കാരുണ്യവും അനുകമ്പയും സ്നേഹവുമെല്ലാം നഷ്ടപ്പെടുന്ന രൂപത്തിൽ ഹൃദയം കറുത്തുപോയിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഹൃദയം കറുത്തുപോയാലുള്ള പ്രശ്നം എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ലം തസ്തഹി ഫസ്ന' മാ ശിഅത. പിന്നെ അവന് തോന്നിയത് പ്രവർത്തിക്കും. പിന്നെ അവന് ഇഷ്ടമുള്ളതനുസരിച്ചായിരിക്കും അവന്റെ പ്രവർത്തനങ്ങൾ. ലജ്ജ നശിച്ചു പോകും. ഹൃദയം കറുത്തുപോയ മനുഷ്യന് ലജ്ജയുണ്ടാവുകയില്ല. അവൻ പരസ്യമായി തോന്നിവാസങ്ങൾ ചെയ്യാൻ തുടങ്ങും. ആദ്യം ഏതോ ഒരു കല്യാണ പന്തലിൽ നിന്ന് അല്ലെങ്കിൽ ഏതോ ഒരു സ്റ്റഡി ടൂറിൽ നിന്ന് തുടങ്ങിയ ലഹരി ചെറിയ രൂപത്തിലാണ് തുടങ്ങിയത്. അതൊരു ചെറിയ പുള്ളിയായിരുന്നു ഹൃദയത്തിൽ.
ആ ചെറിയ പുള്ളികൾ ആവർത്തിച്ചാവർത്തിച്ച് ഇന്ന് വലിയ പരസ്യമായ രൂപത്തിൽ ലഹരി ആസ്വദിക്കുന്ന, സമൂഹത്തിൽ കുടിയനെന്ന പേര് ലഭിക്കുന്ന രൂപത്തിലേക്ക് ആളുകൾ മാറി. ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറഞ്ഞത്, ഹോസ്റ്റൽ ജീവിതത്തിൽ ഏതോ ഒരു കൂട്ടുകാരനിലൂടെ തുടങ്ങിയതാണ് സ്വവർഗരതി. ഏതോ ഒരു കൂടെ പഠിച്ചൊരു കൂട്ടുകാരൻ പകർന്നുകൊടുത്ത ഒരു തിന്മ. ഇന്ന് അയാൾക്ക് മക്കളുണ്ട്, പേരമക്കളുണ്ട്. സ്വന്തം പേരക്കുട്ടിയെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ലാളിക്കാൻ തോന്നുന്നതിനു പകരം, ഓമനിക്കാൻ തോന്നുന്നതിനു പകരം അവിടെ പോലും വൈകാരിക തലത്തിലേക്ക് ആ മനുഷ്യൻ മാറിപ്പോകുന്നു എന്ന് പറഞ്ഞ് കരയാം. എന്തുകൊണ്ട് സംഭവിക്കുന്നു? തിന്മകൾ ആവർത്തിച്ചാവർത്തിച്ച് ഹൃദയത്തിൽ നിന്ന് സ്നേഹം നഷ്ടപ്പെടും. സ്നേഹം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലജ്ജ നശിക്കും. അവന് തോന്നുന്ന രൂപത്തിലേക്ക് അവന്റെ പ്രവർത്തനങ്ങൾ മാറിപ്പോകും. നമ്മൾ ചെയ്യുന്ന ചെറിയ നന്മകൾക്കും ചെറിയ തിന്മകൾക്കും വലിയ സ്വാധീനമാണ് ഹൃദയത്തിൽ ഉണ്ടാക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇന്നൽ ഹസന, തീർച്ചയായും നന്മകൾ, ലിയാഅൻ, ആ നന്മകൾക്കൊരു പ്രകാശമുണ്ട്. ലിയാഅൻ ലിൽ വജ്ഹ്, നന്മ ചെയ്യുന്ന മനുഷ്യന്റെ മുഖത്ത് അല്ലാഹു ഒരു പ്രകാശം കൊടുക്കും. നമ്മൾ ഏത് യാത്രയിലാണ് എങ്കിലും ഒരു വിശ്വാസിയായ മനുഷ്യനെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയും. ഈമാനുള്ള മുഖങ്ങളെ തിരിച്ചറിയാൻ കഴിയും. നന്മയുള്ള മുഖങ്ങളെ തിരിച്ചറിയാൻ കഴിയും. കാരണം നന്മകൾ മനുഷ്യരുടെ മുഖങ്ങൾക്ക് പ്രകാശം നൽകും. ഒരു വിശ്വാസിയെയും അവിശ്വാസിയെയും തിരിച്ചറിയാൻ വലിയ പ്രശ്നമൊന്നുമില്ല. മുഖങ്ങളിൽ പ്രകാശമുണ്ടായിരിക്കും. വനൂറൻ ഫിൽ ഖൽബ്, ഹൃദയത്തിൽ പ്രകാശം നൽകും നന്മകൾ. വവസിഅതൻ ഫിർ റിസ്ക്, ഉപജീവനം വിശാലാക്കും. കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയും നന്മകൾ ചെയ്യുന്ന മനുഷ്യർക്ക്. അവൻ ആർത്തി ഉണ്ടാകൂല. അപ്പുറത്തെ വീട് ഒരു നില ഉയരുമ്പോൾ മനസ്സിലൊരു പ്രശ്നം ഉണ്ടാകൂല. കാരണം നന്മകൾ ചെയ്യുന്ന മനുഷ്യന്റെ റിസ്ക്, ഉപജീവനം അല്ലാഹു വിശാലമാക്കി കൊടുക്കും. വഖുവ്വതൻ ലിൽ ബദൻ, എപ്പോഴും യുവത്തായിരിക്കും, എപ്പോഴും യുവത്വമായിരിക്കും. വാർദ്ധക്യമെത്തിയ 70 കഴിഞ്ഞ് 80 കഴിഞ്ഞ മനുഷ്യന്മാർ ദീനിനു വേണ്ടി ഓടി നടക്കുന്നത് കണ്ടിട്ടില്ലേ? 80 കഴിഞ്ഞ് വിശ്രമിക്കേണ്ട കാലഘട്ടത്തിലും അവരോടി നടക്കുകയാണ്. മക്കളുടെ കൂടെ, പേരമക്കളുടെ കൂടെ വാർദ്ധക്യകാലം കഴിക്കേണ്ട സമയത്തും ദീനി ദഅവത്തിനു വേണ്ടി ഓടി നടക്കുന്ന മഹാപണ്ഡിതന്മാർ. അവരുടെ നന്മകൾ അവരുടെ ശരീരത്തിന് ഖുവ്വത്ത് നൽകും. വമഹബ്ബതൻ ഫീ ഖുലൂബിൽ ഖൽഖ്, സഹജീവികളോട് സ്നേഹം നൽകും. ചെറിയ ചെറിയ നന്മകൾ എല്ലാവരോടും ഇഷ്ടാവും. എന്നാൽ തിന്മകളോ, വഇന്ന സയ്യിഅ സവാദൻ ഫിൽ വജ്ഹ്, തിന്മ ചെയ്യുന്ന മനുഷ്യരുടെ മുഖങ്ങളിൽ അള്ളാഹു കറുത്ത നിറം നൽകും. നിങ്ങൾ പത്രത്തില് കേസുകളിൽ, അക്രമങ്ങളിൽ പിടിക്കപ്പെട്ട ആളുകളുടെ ഫോട്ടോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. എന്തു പ്രകാശമാണ് അവരുടെ മുഖത്തുള്ളത്. എത്ര വിരൂപമാണ് ആ രൂപം. ഒരു തിന്മ ചെയ്ത ഉടനെ മനുഷ്യരുടെ മുഖങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഒരു തെറ്റു ചെയ്ത ഉടനെ മനുഷ്യരുടെ മുഖങ്ങളിൽ ആരും കാണാത്ത തിന്മകൾ, ആ തിന്മകൾ ചെയ്യുമ്പോൾ മനുഷ്യരുടെ മുഖങ്ങളിലേക്ക് അല്ലാഹു തആല ഇരുട്ട് നൽകുകയാണ്. വദുൽമതൻ ഫിൽ ഖൽബ്, ഹൃദയത്തിൽ ഇരുട്ട് നൽകും. വനക്സൻ ഫിർ റിസ്ക്, ഉപജീവനം ചെറുതായി തോന്നും. എത്ര കിട്ടിയാലും മതിയാകൂല. ദുനിയാവ് മുഴുവൻ കിട്ടിയാലും അവന്റെ ശരീരം 3 തുണിയിൽ വെക്കുന്നതുവരെ ദുനിയാവിനോടുള്ള ആർത്തി തീരുകയില്ല. മണ്ണ് തിന്നുന്നതുവരെ ദുനിയാവ് അടക്കി പിടിക്കാനുള്ള ആവേശം തീരുകയില്ല. ഉപജീവനം ചെറുതായി തോന്നും. നമ്മൾ ഈ കേട്ട വാർത്തയിലും അതാണ്. ദുനിയാവിനോടുള്ള ഹുബ്ബ്, പണത്തിനോടുള്ള ആർത്തി, സമ്പത്തിനോടുള്ള അടങ്ങാത്ത ത്വര. അതുപോലെ തന്നെ വബുഗ്ളതൻ ഫീ ഖുലൂബിൽ ഖൽഖ്, തെറ്റ് ചെയ്യുന്ന മനുഷ്യർക്കോ കൂടെയുള്ളവനോട് ദേഷ്യം, വൈരാഗ്യം, കാലുവെട്ടൽ, പകതീർക്കൽ. ഹൃദയം ഇങ്ങനെ എപ്പോഴും ദേഷ്യം കൊണ്ടിങ്ങനെ വിറതുള്ളി നിൽക്കും. സഹോദരന്മാരെ, നാം മനസ്സിലാക്കേണ്ടത്, ഒരു തിന്മ അത് തുടങ്ങി വെച്ചാൽ ആ തിന്മയുടെ അനന്തരഫലം അടുത്ത തിന്മയാണ്.
തമാശക്ക് വേണ്ടി തുടങ്ങിയത് അവിടെ നിൽക്കില്ല. നിസ്സാരമായി ഒരു തമാശക്ക് വേണ്ടി, ഒരു ആനന്ദത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും മഹാന്മാരായ സലഫുകൾ പറയാറുണ്ട്, ഇന്ന മിൻ ഉഖൂബത്തി സയ്യിഅ അസ്സയ്യിഅത ബഅദഹ. ഒരു തിന്മയുടെ അനന്തരഫലം അടുത്ത തിന്മയാണ്. ഒരു വട്ടം സിഗരറ്റ് വലിച്ചു നിർത്താം എന്ന് കരുതിയാൽ അവിടെ നിൽക്കില്ല, അതിനപ്പുറത്തേക്ക് ചെല്ലും. ഒരു തോന്നിവാസത്തിന്റെ ഒരു പാട്ട് കേൾക്കാം എന്നു കരുതിയാൽ ആ പാട്ടിൽ നിൽക്കില്ല, അത് സിനയിലേക്ക്, വ്യഭിചാരത്തിലേക്ക് എത്തിക്കും. ഒരാളോടുള്ള പക ആ പകയിൽ ഒതുങ്ങി നിൽക്കില്ല, അത് കൊലപാതകത്തിലേക്ക് എത്തിക്കും. തിന്മയുടെ അനന്തരഫലം അടുത്ത തിന്മയെ തേടിയുള്ള യാത്രയാണ്. അതുകൊണ്ട് ഒരു തിന്മയെയും ചെറുതായി കാണുവാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തിന്മയുണ്ടോ ഒന്ന് ആലോചിക്കണം. അത് ചെറുതല്ലേ, നിസാരല്ലേ, അങ്ങനെ നോക്കിയപ്പോ ജീവിക്കാൻ കഴിയോ? അതൊന്നുമല്ല. സ്വർഗപ്രവേശനത്തിന് തടസ്സമായ ഒരു തിന്മയുണ്ട് എങ്കിൽ അത് പിഴുതുകളയാൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സാധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു. വിശ്വാസിയായ മനുഷ്യൻ ഒരു തിന്മയെ കാണുന്നത് കഅന്നഹു ഖാഇദുൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഉ അലൈഹി. ഒരു വലിയ പാറക്കെട്ടിന്റെ താഴെ ഇരിക്കുന്നവനെ പോലെ. ഏതു സമയത്തും ആ പാറക്കെട്ട് അവന്റെ മുകളിലേക്ക് വീഴും. ഒരു വലിയ പാറക്കെട്ട് അത് ഏതു സമയത്തും താഴേക്ക് വീഴുന്ന അവസ്ഥയിലാണ് എങ്കിൽ അതിന്റെ താഴെ ഒരാൾ എങ്ങനെ നിൽക്കും? അത്ര പേടിയോടുകൂടെ, അത്ര ഭീതിയോടുകൂടെ ചെറിയ തിന്മകളെ നിങ്ങൾ കാണണം. താബികൾ പറയാറുണ്ട്, ഞങ്ങൾ കബായിറുകളായി കണ്ട, ഞങ്ങൾ വലിയ പാപങ്ങളായി കണ്ട തിന്മകൾ ജനങ്ങൾ നിസാരമായി കാണുകയാണല്ലോ. തിന്മകളൊന്നും ചെറുതില്ല, ചെറിയ പാപം തന്നെ ഒന്നുമില്ല. തിന്മകളെല്ലാം ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ആ രൂപത്തിൽ തന്നെ തിന്മകളെ ശ്രദ്ധിക്കുക. വഇന്നൽ ഫാജിർ, തമ്മാടിയായ മനുഷ്യൻ, യറാ ദുനൂബഹു, അവൻ തിന്മയെ കാണുക കദുബാബിൻ മർറ അല അൻഫിഹി, മൂക്കിന്റെ മുന്നിലൂടെ പോയ ഒരു ഈച്ചയെ പോലെ. ഇത് പാരാ ചെയ്യാത്തത്? ഇതൊക്കെ പത്ര വലിയ തെറ്റാണോ? അങ്ങനെ നോക്കിയപ്പോ ജീവിക്കാൻ പറ്റൂല. ഇതെല്ലാരും ചെയ്യുന്ന തെറ്റല്ലേ? അവൻ നിസ്സാരമാണ് തിന്മകൾ. ഒരു കളവ് പറയലൊന്നും അത്ര വലിയ തെറ്റില്ല എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. മുഅ്മിനായ മനുഷ്യന്റെ നാവിലൂടെ കളവ് വരില്ല. നമുക്കത് തെറ്റായി തോന്നിയിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, കള്ളസത്യം ചെയ്ത് കച്ചവടം ചെയ്യുന്നവൻ, മറ്റുള്ളവന്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നവൻ, ഔജബല്ലാഹു ലഹുന്നാർ വഹറമ അലൈഹിൽ ജന്ന, സ്വർഗം നിഷിദ്ധമാണ്, നരകം നിർബന്ധമാണ്. ഒരു കച്ചവടം നടത്തുമ്പോ സാധനം വിറ്റുപോകാൻ വേണ്ടിയിട്ട് അതിന്റെ മദ്ഹ് കൂട്ടിപ്പറയുന്നത് നിഷിദ്ധമാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇപ്പൊ ഏത് രൂപത്തിലാണ് എങ്കിലും തെറ്റുകളെ പൂർണ്ണമായി മാറ്റി നിർത്താൻ, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കണം. നമ്മുടെ കുടുംബ സാഹചര്യങ്ങൾ, എങ്ങനെ അക്രമങ്ങൾ പെരുകുന്നു, എങ്ങനെ ഈ രൂപത്തിൽ ചിന്തിക്കാൻ മനുഷ്യർക്ക് കഴിയുന്നു? കാരണം ചെറുപ്പത്തിൽ കളിക്കുന്ന കളികൾ അക്രമത്തിൻ്റെതാണ്. കൂടുതൽ ആളെ കൊല്ലുന്ന ഗെയിമിൽ പിന്നെ എത്ര ആളുകളെ കൂടുതൽ കൊല്ലുന്നുവോ അതിനനുസരിച്ചാണ് ജയിക്കുന്നത്. 4-ാം ക്ലാസ്സുകാരന്റെ, 4-ാം വയസ്സുകാരന്റെ, 5-ാം വയസ്സുകാരന്റെ കയ്യിൽ ഉപ്പ കളിപ്പാട്ടായി കൊടുക്കുന്നത് തോക്കാണ്. നമുക്ക് മക്കളുടെ കൂടെ ഇരുന്ന് കഥ പറയാനും അവരുടെ കൂടെ സമയം ചെലവഴിക്കാനും നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് വീഡിയോ ഗെയിമിന്റെ മുകളിലാണ് മകൻ ഇരിക്കുന്നത്. അവൻ ചെയ്യണത് എന്താ? അവനിന്ന് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നാൽ അവൻ ജയിക്കും. അവൻ അതിന്റെ തിരക്കിലാണ്. അവൻ കാണുന്ന സിനിമകളിലെ ഹീറോ 10-15 ആളുകൾ അടിച്ചിട്ട് നടന്നു വരുന്ന ആ ഒരു മനുഷ്യനെയാണ് അവന്റെ മനസ്സിലെ ഹീറോ. കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന കേൾവികളും കളിക്കുന്ന കളികളിലും അക്രമമിരിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്ന് എങ്ങനെ ധാർമ്മികത വരും? ഇത് നമ്മുടെ കുടുംബത്തിലുണ്ട്. അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, കുടുംബത്തിൽ തോന്നിവാസം നടക്കുമ്പോ മിണ്ടാതിരിക്കുന്ന ഗൃഹനാഥൻ സ്വർഗത്തിന്റെ ഗന്ധം ആസ്വദിക്കൂല. കുടുംബത്തിൽ തോന്നിവാസം നടക്കുമ്പോ
മക്കൾ, ഒരു സമൂഹം തിന്മയിലേക്ക് പോകുമ്പോൾ അവരെ വരിഞ്ഞു മുറുക്കാൻ കഴിയാത്ത ഗൃഹനാഥന്മാർ, മക്കൾക്ക് തോന്നിവാസത്തിന് പിന്നെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നവർ, ശ്രദ്ധിക്കുക. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ 5ാം ക്ലാസ്സിലെ കുട്ടികളെ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് രാവിലെ 4:30 വിളിച്ച് എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞു. തമാശക്ക് വേണ്ടി ആ കുട്ടികളോട് ചോദിച്ചു, പിന്നെ ആരെങ്കിലും വിളിക്കണ്ടെന്നുണ്ടെങ്കിൽ കൈവെക്കുക, അവരെ വിളിക്കൂല. ഒരു കുട്ടി മാത്രം കൈവന്തിച്ചു, ഉസ്താദ് എന്നെ വിളിക്കണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ക്യാമ്പ് കഴിഞ്ഞിട്ട് ഞാൻ അവനോട് ചോദിച്ചു, എന്താ നിന്നെ വിളിക്കണ്ടെന്ന് പറഞ്ഞത്? അവന്റെ മറുപടി, എല്ലാ ദിവസവും എന്റെ ഉമ്മ 4:30 എഴുന്നേൽക്കും. എന്റെ ഉമ്മ തഹജ്ജുദ് നിസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കാറുണ്ട്. ആ നേരത്തെ ഉസ്താദെ ഞാൻ എഴുന്നേൽക്കാറുണ്ട്. ആരും വിളിക്കൊന്നും വേണ്ട, ആ സമയമായി ഞാൻ എഴുന്നേൽക്കും. ഇതാണ് ഇസ്ലാമിക തർബിയത്ത്. ഇതാണ് കുടുംബത്തിൽ വേണ്ട തർബിയത്ത്. ഈ കുടുംബത്തിൽ നിന്നാണ് പ്രതീക്ഷകൾ ഉണ്ടാവുക. അതുകൊണ്ട് സഹോദരന്മാരെ, വളരെ ഗൗരവത്തോടുകൂടെ വിഷയങ്ങളെ കാണുക. പരിഹാരങ്ങൾ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അല്ലാഹു തആല അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാർ. അവസാനം സൂചിപ്പിച്ച വിഷയം ഒരൽപ്പം ശ്രദ്ധയോടുകൂടെ നാം കേൾക്കേണ്ടതാണ്. നമ്മുടെ മക്കളുടെ വിനോദങ്ങൾ, നമ്മുടെ മക്കൾ കാണുന്നത്, മക്കൾ കേൾക്കുന്നത്, കുടുംബത്തിൽ നടക്കുന്നത്. ഒരു വായനയുടെ ലോകം അവർക്ക് തുറന്നു കൊടുക്കണം. പുസ്തകങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വായനയിലൂടെ അറിയേണ്ട ഒരു വലിയ ലോകം നശിച്ചു പോവുകയാണ്. നമ്മുടെ ഏതു മക്കൾക്ക് പറയാൻ കഴിയും, ഉപ്പ പുസ്തകം വായിക്കുന്നത്, ഉപ്പ മതപരമായൊരു പുസ്തകം വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന്? അറിവിന്റെ ഒരു ലോകം നശിക്കുകയാണ്. വായനക്ക് ഇഖ്റ, നീ വായിക്കണം എന്ന് കൽപ്പിച്ച വേദഗ്രന്ഥത്തിന്റെ അനുയായികളാണ് നമ്മൾ. മക്കളെ ടിവിന്റെ മുന്നിൽ ഇട്ടുകൊടുത്ത് കേൾക്കാൻ വിട്ടിരിക്കുകയാണ്. വായിച്ച് ചിന്തിക്കണം. മഹാനായ മുഫസ്സിർ ഇബ്നു ജരീർ അത്വബരി റഹിമഹുല്ലാ വാർദ്ധക്യത്തിലാണ്, മരണശയ്യയിൽ കിടക്കുന്ന സമയം, അങ്ങേയറ്റം പ്രയാസപ്പെട്ട് മരണാസന്നമായി കിടക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. ഒരു മസ്അല ഹല്ല് ചെയ്യുന്നതിന് വേണ്ടി, ഒരു മസ്അല മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഫറായിദാണ് വിഷയം. ഫറായിദ് എന്ന് പറഞ്ഞാൽ അനന്തരാവകാശം. അനന്തരാവകാശ നിയമങ്ങളെക്കുറിച്ചുള്ള ഒരു മസ്അല ചോദിച്ചറിയാൻ വേണ്ടി വന്നു. ഇബ്നു ജരീർ അത്വബരി എഴുന്നേറ്റു. അദ്ദേഹം പേനയെടുത്ത് എഴുതി വെക്കാൻ തുടങ്ങി. വയസ്സുകാലത്ത് മരണാസന്നമായി കിടക്കുമ്പോൾ പേനയെടുത്ത് പേപ്പറെടുത്ത് ആ മസ്അല എഴുതി വെക്കുകയാണ്. വന്ന ചെറുപ്പക്കാരന്റെ ചോദ്യം, എന്തിനത് എഴുതി വെക്കുന്നത്? ഈ പ്രായത്തിൽ, ഈ വാർദ്ധക്യത്തിൽ, മരണത്തെ കൺമുന്നിൽ കണ്ടു നിൽക്കുന്ന ഈ സമയത്തും ഒരു പേനയെടുത്ത് പേപ്പറെടുത്ത് നിങ്ങൾ എഴുതുന്നത് എന്തിന്? ഇബ്നു ജരീർ അത്വബരിയുടെ മറുപടി, സുബ്ഹാനല്ലാഹ്, لأن ألقى الله تبارك وتعالى عالما بها أحب إلي من أن ألقى الله جاهلا بها. ഞാൻ അല്ലാഹുവിനെ ഈ മസ്അല അറിയുന്നവനായി കണ്ടുമുട്ടാനാണ് എനിക്കിഷ്ടം, ഈ ഒരു മസ്അലയിൽ അറിവില്ലാതെ കണ്ടുമുട്ടുന്നതിനേക്കാൾ. ഈ ഒരു മസ്അല പഠിച്ച് ഈ ഒരു അറിവ് കൂടെ നേടിയിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാനാണ് എനിക്കിഷ്ടം. ഇതറിയാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഇതാണ്. സഹോദരന്മാരെ, എത്ര കിതാബുകൾ നമ്മുടെ മുൻഗാമികൾ എഴുതി വച്ചു. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ രചിച്ച കിതാബുകളുണ്ട് എങ്കിൽ നൈൽ നദിക്ക് പാലം കെട്ടാമെന്നാണ് ചരിത്രകാരന്മാർ എഴുതി വെച്ചത്. ആർക്കു വേണ്ടി? വായന മറന്ന, പുസ്തകങ്ങളെ മറന്ന, വായനയുടെ ലോകത്ത് നിന്ന് പിറകെ നടക്കുന്ന ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടാണോ ഈ ഗ്രന്ഥങ്ങൾ അവർ എഴുതി വെച്ചത്? ഇമാം നവവി റഹിമഹുല്ലാ
അദ്ദേഹം ജനിച്ച ദിവസങ്ങളും എഴുതി തീർത്ത പേജുകളും കൂട്ടിയാൽ എഴുതി തീർത്ത പേജുകൾക്കാണ് കനം കൂടുതൽ. ആർക്കു വേണ്ടിയിട്ടാണ് അവർ എഴുതി തീർത്തത്? വായന മറന്നൊരു ഉമ്മത്തിനു വേണ്ടിയിട്ടോ? പുസ്തകങ്ങൾ മറന്നൊരു ഉമ്മത്തിനു വേണ്ടിയിട്ടോ? ഇൽമു മറന്നൊരു ഉമ്മത്തിനു വേണ്ടിയിട്ടോ? പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ എഴുതിയെടുത്തൊന്ന് പഠിക്കാൻ തയ്യാറാകാത്ത ഒരു തലമുറക്ക് വേണ്ടിയിട്ടോ? മഹാന ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ ഹദീസുകൾ ക്രോഡീകരിക്കുന്നതിന് വേണ്ടി 50,000 കിലോമീറ്ററുകളാണ് സഞ്ചരിച്ചിട്ടുള്ളത്. ഇമാം ബുഖാരി റഹിമഹുല്ലാ 10,000-കണക്കിന് കിലോമീറ്ററുകൾ വയോധികനായ ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിക്ക് വേണ്ടി യാത്ര ചെയ്തു. എന്തിന് ഈ ഹദീസുകൾ അവർ ക്രോഡീകരിച്ചു? അവരെന്തിന് പകർത്തിയെഴുതി? ഒരു ദിവസം രാത്രി ഉറങ്ങുമ്പോ ഉറക്കിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കും, പേനയെടുത്ത് പേപ്പറിൽ എഴുതി വെക്കും, വീണ്ടും ഉറങ്ങും, വീണ്ടും എഴുന്നേൽക്കും. ഒരു ദിവസത്തിൽ 100-ലധികം തവണ ഉറക്കത്തിൽ എഴുന്നേറ്റുകൊണ്ട് പേന കൊണ്ട് എഴുതി വെക്കുന്ന ഇമാം ബുഖാരി ആർക്കു വേണ്ടിയിട്ടാണ് ഇത് ക്രോഡീകരിച്ചത്? ഞാൻ പറഞ്ഞു വരുന്നത്, അറിവിന്റെ ഒരു ലോകം നമ്മുടെ കുടുംബത്തിൽ തുറക്കണം. വായനയുടെ ഒരു ലോകം. വായിക്കാൻ, പഠിക്കാൻ സമയമുണ്ടാകണം. ദീനീ ക്ലാസുകളിലേക്ക് എത്താൻ പരിഹാരം അതേ ഉള്ളൂ. അതാണ് പരിഹാരം. അല്ലാതെ നിയമ നടപടികൾ കൊണ്ടൊന്നും തിന്മകളെ കൂച്ചുവിലങ്ങടകാൻ കഴിയുകയില്ല. ഇനി ഇസ്ലാം വെച്ച നിയമങ്ങൾ അത് ഭദ്രാണ്. ഇപ്പൊ സംഭവിച്ചൊരു വിഷയം എടുത്തു നോക്കുക. ഇനി ഇസ്ലാമിന്റെ നിയമങ്ങൾ എടുക്കുക. ഇസ്ലാമിലെ കുടുംബം ഭദ്രമാണ്. ഇണയെ തെരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഉപ്പയുടെ നിർബന്ധത്തിനല്ല പെണ്ണ് ഭർത്താവിനെ തെരഞ്ഞെടുക്കേണ്ടത്. പെണ്ണിന് അവകാശമുണ്ട്. പെണ്ണിന്റെ അവകാശങ്ങൾ ഇസ്ലാം നൽകിയത് ആരും കാണുകയില്ല. പെണ്ണാണ് തെരഞ്ഞെടുക്കേണ്ടത്. പെണ്ണിന് അവകാശ സ്വാതന്ത്ര്യമുണ്ട്. തന്റെ ഇണയാരാകണം. ശരി, കല്യാണം കഴിഞ്ഞു, കല്യാണത്തിൽ പ്രശ്നങ്ങളുണ്ട് എങ്കിലോ ഇസ്ലാമിലെ കല്യാണം ലളിതമാണ്. അതുപോലെ തന്നെ അവർക്കൊന്നിച്ചു പോകാൻ സാധിക്കില്ല എങ്കിൽ പിരിയലും ലളിതാണ്. അത് വലിയ എന്തോ ഒരു പ്രയാസമുള്ള ഒരു കാര്യമാണ്, പിന്നെ പിരിയാനേ പാടില്ല, അങ്ങനൊന്നുമല്ല. ഒന്നിച്ചു പോകാൻ കഴിയുന്നില്ല എങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അവർക്ക് പിരിയാം മാന്യമായ രൂപത്തിൽ തന്നെ. അല്ലാതെ കാലാകാലം അവരൊന്നിച്ച് കല്യാണം കഴിച്ചു, മരിക്കുന്നതുവരെ ഒന്നിച്ച് കഴിയണം, ഈ പ്രയാസം അനുഭവിച്ചുകൊണ്ട് പരസ്പരം ഇഷ്ടമില്ലാത്ത, പരസ്പരം സ്നേഹമില്ലാത്ത രണ്ട് ശരീരങ്ങളായി കാലാകാലം കഴിയണമെന്നല്ല ഇസ്ലാം പറയുന്നത്. സ്നേഹം നശിച്ചാൽ, സ്നേഹം വറ്റിയാൽ, പരസ്പരം കഴിയാൻ, ഒന്നിച്ചു കഴിയാൻ സാധിക്കുന്നില്ല എങ്കിൽ മാന്യമായി പിരിയാം. ഇത് കുടുംബത്തിന്റെ ഭദ്രതയാണ്. ഈ അവകാശം നിഷേധിക്കുമ്പോഴാണ് അടുക്കളയിൽ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത്, പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത്, വിഷം കലർത്തി കൊടുക്കുന്നത്, കയറിൽ തൂങ്ങി ആടേണ്ടി വരുന്നത്. മാന്യമായി പിരിയാനുള്ള അവസരം ഇസ്ലാം വെച്ചുകൊടുത്തു. അതുകൊണ്ട് സഹോദരന്മാരെ, നാം മനസ്സിലാക്കേണ്ടത് ഇസ്ലാം വെച്ച ഏത് നിയമങ്ങളും അത് മസ്ലഹത്താണ്. ഒരു കാറുണ്ടാക്കിയ ആൾക്കാണ് ആ കാറിന്റെ രൂപവും ആ കാറിന്റെ ഘടനയും അതിനെപ്പറ്റി കൃത്യമായി അറിയാം. മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബിനറിയാം മനുഷ്യന്റെ മനസ്സ് മന്ത്രിക്കുന്നത്. ദീനിലെ എല്ലാ നിയമങ്ങളും അത് മസ്ലഹത്താണ്, മനുഷ്യന് ഗുണമുള്ളതാണ്. അതെവിടെ ലംഘിക്കുന്നുവോ അവിടെ ഫസാദ് ഉണ്ടാകും. മഹ്റമുകളല്ലാത്തവരോടുള്ള നിലപാട് ഞാൻ മുമ്പേ ഖുതുബയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഭർത്താവിന്റെ ഉപ്പ മഹ്റമാണ്, ഭർത്താവിന്റെ അനുജൻ മഹ്റമല്ല, ഭർത്താവിന്റെ ജ്യേഷ്ഠൻ മഹ്റമല്ല, മൂത്താപ്പയുടെ മകൻ മഹ്റമല്ല, എളാപ്പയുടെ മകൻ മഹ്റമല്ല. അന്യപുരുഷന്മാരാണ്. അവരോടുള്ള ഇടപാടുകളിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഭാര്യയുടെ അനിയത്തി അവരെ അന്യ സ്ത്രീയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഒരു അന്യ സ്ത്രീയോടുള്ള പെരുമാറ്റം, ആ ഒരു ശ്രദ്ധ അവിടെ വേണം. അതുകൊണ്ട് മഹ്റമുകളല്ലാത്തവരോടുള്ള ഇടപെടലുകൾ വളരെ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കണം. എപ്പോഴും വീട്ടിൽ വിളിക്കുന്ന ഓട്ടോക്കാരൻ
വിശ്വസ്തനാണ്, സത്യസന്ധനാണ്, പക്ഷെ അന്യപുരുഷനാണ്. അന്യപുരുഷനോടുള്ള എല്ലാ മര്യാദകളും എല്ലാ വേലിക്കെട്ടുകൾക്കും ഉള്ളിൽ നിന്നിട്ടേ സംസാരം പാടുള്ളൂ. സ്ഥിരമായി വീട്ടിൽ വരുന്ന മീൻകാരൻ സത്യസന്ധനാണ്, പക്ഷെ അന്യപുരുഷനാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ വിഷയം മഹ്റമുകളെ, ആരാണ് മഹ്റമുകൾ, ആരോടെല്ലാം ഇടപഴകാം, ആരോടെല്ലാം ഇടപഴകുന്നതിൽ സൂക്ഷ്മത വേണമെന്ന് പെൺമക്കളെ പഠിപ്പിക്കണം. ഫിത്നകൾ നാട്ടിൽ വരുമ്പോൾ ഫിത്നക്കെതിരെ സംസാരിക്കാൻ, ഫിത്നകളെ ജനങ്ങൾ ബോധവൽക്കരിക്കാൻ സാധിക്കണം. കൊലപാതകത്തിൽ മരണപ്പെട്ടവർക്ക് നീതി വേണം. എവിടെ നിന്ന് കിട്ടും ആ നീതി? 6 പേര് മരണപ്പെട്ടു, ഒരു ചെറിയ പൈതൽ മരണപ്പെട്ടു, കൂടെ കിടന്ന ഭർത്താവ് ചതിക്കപ്പെട്ടു. മരണത്തോടുകൂടെ എല്ലാം തീരുമെങ്കിൽ ഇവരുടെ ജീവിതത്തിന് എന്തർത്ഥം? 2 വയസ്സ് പ്രായമുള്ള ആ ചെറിയ പൈതൽ ചെയ്ത തെറ്റെന്ത്? എവിടെ നിന്ന് നീതി ലഭിക്കും? കുറ്റവാളിയെ പിടിക്കപ്പെട്ടു, ശരി. ഈ 6 കൊലപാതകങ്ങൾക്ക് തുല്യമായ എന്ത് ശിക്ഷാ നടപടിയാണ് ഈ ലോകത്തിലെ ഭരണകൂടത്തിന് നൽകാൻ കഴിയുക? കൂടെ കിടന്ന ഭർത്താവിനെ ചതിച്ചു കൊലപ്പെടുത്തിയവർക്കും സ്നേഹിച്ചവരെ വകവരുത്തിയവർക്കും നൽകാൻ കഴിയുന്ന ശിക്ഷയുടെ തൂക്കമെന്ത്? മരണത്തോടുകൂടെ എല്ലാം കഴിയുന്നുവെങ്കിൽ എന്തിന് തിന്മകൾ ചെയ്യാതിരിക്കണം? ആ കൊലപാതകം ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ പെണ്ണിനെ ന്യായീകരിക്കാമല്ലോ. ഞാൻ എന്തിന് തിന്മകൾ ചെയ്യാതിരിക്കണം? മരണത്തോടുകൂടെ എല്ലാം കഴിയുന്നു, എന്റെ യുക്തി അതെനിക്ക് ശരിയായി തോന്നി, ഞാൻ ചെയ്തു. മനുഷ്യന്റെ യുക്തിയാണ് ഇവിടെയുള്ള നന്മയും തിന്മയും നിയന്ത്രിക്കുന്നത് എങ്കിൽ അവരുടെ യുക്തിയാണ് അവരെ നയിച്ചത്. ഇവിടെ യുക്തിയല്ല, നന്മയും തിന്മയും മനുഷ്യനെ സൃഷ്ടിച്ച പടച്ചറബ് വിധിക്കുന്നതാണ്. അതാണ് ഇസ്ലാം കൃത്യമായ ശിക്ഷാ നടപടികൾ പഠിപ്പിച്ചത്. തിന്മകൾക്ക് ഇസ്ലാം പ്രതിയുടെ കണ്ണിലൂടെയല്ല ശിക്ഷ വിധിക്കുന്നത്. ആക്രമിക്കപ്പെട്ടവന് നീതി ലഭിക്കണം. കട്ടവന്റെ കൈവെട്ടൽ ക്രൂരമാണ് എന്ന് പറഞ്ഞ് ശബ്ദിക്കുന്നവരുണ്ട്. എന്നാൽ ഇസ്ലാം പറയുന്നത് കട്ടവന്റെ കൈവെട്ടുമ്പോ മോഷ്ടിക്കപ്പെട്ട, പണം നഷ്ടപ്പെട്ട, മകളുടെ കല്യാണത്തിന് വേണ്ടി എടുത്തുവെച്ച പണം നഷ്ടപ്പെട്ട ആത്മഹത്യ ചെയ്തൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന് നീതി ലഭിക്കണം. കൊന്നവനെ തിരിച്ചു കൊല്ലണം. എന്തുകൊണ്ട്? ഒരു മനുഷ്യന്റെ ജീവനാണ് നഷ്ടപ്പെട്ടത്, ഒരാളുടെ ഉപ്പയാണ് നഷ്ടപ്പെട്ടത്, ഒരു ഭാര്യയുടെ ഭർത്താവാണ് നഷ്ടപ്പെട്ടത്. അവർക്ക് നീതി ലഭിക്കണം. ആക്രമിക്കപ്പെട്ടവന്റെ കണ്ണിലൂടെ നിയമത്തെ കാണുന്ന ഒരു ആദർശം, അതാണ് ഇസ്ലാം. പ്രതിയുടെ കണ്ണിലൂടെയല്ല, ആക്രമിക്കപ്പെട്ട ജനതയ്ക്ക് നീതി ലഭിക്കണം. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ ഗൗരവത്തിലുള്ള ചിന്തകൾ ആലോചിക്കണം. മനുഷ്യന്റെ അടങ്ങാത്ത ദുനിയാവിനോടുള്ള ആർത്തിയാണ് ഈ തിന്മകളുടെ, ഇത്തരം തിന്മകളിലേക്കുള്ള വാതായനങ്ങൾ. എത്ര കിട്ടിയാലും പൂതി തീരാത്ത അടങ്ങാത്ത ദുനിയാവിനോടുള്ള ആഗ്രഹം എല്ലാം 6 അടി മണ്ണിലേക്ക് എത്തുന്നതുവരെയാണ്. ഹത്താ സുർത്തുമുൽ മഖാബിർ, ഖബറുകളിലേക്ക് എത്തുന്നതുവരെയാണ് നമ്മുടെ പെരുമ. അതിനപ്പുറത്ത് കൃത്യമായ വിചാരണയുണ്ട്. കൃത്യമായ നാം ചെയ്ത നന്മകൾ തിന്മകൾ അളന്നുതൂക്കി നമുക്ക് ലഭിക്കുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഗൗരവത്തിൽ നമ്മുടെ ജീവിതത്തിലെ തിന്മകളെക്കുറിച്ച് ആലോചിക്കുക. അതിൽ നിന്ന് പൂർണ്ണമായി തൗബ ചെയ്തു മടങ്ങാൻ. തൗബ ചെയ്തില്ലെങ്കിൽ, ഇസ്തിഗ്ഫാർ നടത്തിയില്ല എങ്കിൽ ആ ചെയ്ത കറുത്ത പുള്ളി ഹൃദയത്തിൽ ബാക്കിയാകും. അത് കുമിഞ്ഞുകൂടി ഹൃദയത്തിൽ നിന്ന് നന്മകൾ നശിച്ച്, ലജ്ജ നശിച്ച്, മനുഷ്യത്വമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മളെത്തും. അള്ളാഹു അത്തരം ദുരവസ്ഥകളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.